മാന്യസദസ്സിന് നമസ്കാരം. കൂട്ടുകാരെ, സോളമൻ എന്ന രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരിക്കൽ സോളമൻ രാജാവ് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത്, നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാനുള്ള ഈ വിവേകം ഈ ദാസന് നൽകിയാലും അങ്ങനെ ജ്ഞാനവും വിവേകവും അദ്ദേഹത്തിന് കൊടുത്തു. സോളമൻ രാജാവിന്റെ ജ്ഞാനത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം 2 സ്ത്രീകൾ രാജസന്നിധിയിൽ വന്നു. ഒരുവൾ പറഞ്ഞു, യജമാനേ, ഞാനും ഇവളും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവളും പ്രസവിച്ചു. ഞങ്ങളെ കൂടാതെ വേറെ ആരുമില്ലായിരുന്നു. ഇവൾ ഉറക്കത്തിൽ കുട്ടിയുടെ മേൽ കടക്കാനിടയായി. അങ്ങനെ കുട്ടി മരിച്ചുപോയി. അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എഴുന്നേറ്റ് മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്തും ജീവനുള്ള കുഞ്ഞിനെ അവളുടെ അടുത്തും കടത്തി. ഞാൻ രാവിലെ കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മരിച്ചു പോയതായിട്ട് കണ്ടു. സൂക്ഷിച്ചു പോയപ്പോൾ ഇതെന്റെ കുട്ടിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ മറ്റവൾ പറഞ്ഞു, അങ്ങനെയല്ല, മരിച്ച കുട്ടി നിന്റേതും ജീവനുള്ള കുട്ടി എന്റേതുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും രാജസന്നിധിയിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ജീവനുള്ള കുഞ്ഞ് നിങ്ങളുടെ 2 പേരുടെയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വാൾ കൊണ്ടുവരിക. രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. ജീവനുള്ള കുഞ്ഞിനെ 2 ഭാഗത്ത് ഇരുവർക്കും കൊടുക്കുക. ഇത് കേട്ട് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു, അരുത് യജമാനേ, അരുത്, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, ഇവൾക്ക് കൊടുത്തോളൂ. അപ്പോൾ മറ്റവൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്, എനിക്കും വേണ്ട ഇവൾക്കും വേണ്ട, കുഞ്ഞിനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് പറഞ്ഞു, കുഞ്ഞിനെ വിഭജിക്കേണ്ടതില്ല, ഇവളാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ, ഇവൾക്ക് കൊടുത്തോളൂ. ആ അമ്മ കുഞ്ഞിനെ എടുത്ത് വാരി പുണർത്തി രാജാവിന് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. കൂട്ടുകാരെ, വിധി നടത്തുന്നത് ദൈവിക ജ്ഞാനമുള്ള രാജാവായിരുന്നു സോളമൻ രാജാവ്. നന്ദി, നമസ്കാരം.